നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് നമുക്കൊരു പ്രത്യേക അതിഥിയാണ് ഉള്ളത്. ഈസ് എ ഡോക്ടർ, ഈസ് എ സെക്സോളജിസ്റ്റ്. നമുക്കറിയാം, ലൈംഗിക ജീവിതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എത്രത്തോളമാണ് ഈ സെക്സ്, ലൈംഗികത, അത് ഇമ്പോർട്ടൻസ്, പ്രാധാന്യം പുലർത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ടത്തെ കാലം മുതൽ തന്നെ ഈ സെക്സ്, ലൈംഗികത എന്നൊക്കെ പറയുന്ന ഒരു വലിയ ടാബു ആയിട്ട് കണ്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും ഈ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വളരെ നല്ല വശങ്ങളും വളരെ ദോഷകരമായ വശങ്ങളും എന്തൊക്കെയാണ് എന്ന് തുറന്ന് ചർച്ച ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്ന് കേരളീയ സമൂഹം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു ലോകമെമ്പാടും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ടെക്നോളജിയുടെ ഒരു വളർച്ച കൂടെ കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ നമസ്കാരം സാർ, ഡോക്ടർ ചക്രവർത്തി സാർ. നമസ്കാരം, വെൽക്കം ടു DMW. നമസ്കാരം. സാർ, നമുക്ക് ഈ ലൈംഗികതയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചില അപകടങ്ങളെ കുറിച്ച് നമുക്ക് തുടക്കത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ ദ സെൻസ്, ഇപ്പോ ഒരു സ്ത്രീയും ഒരു പുരുഷനും അവർ വിവാഹിതരാകുന്നു. വിവാഹിതരായി കഴിഞ്ഞ ശേഷം സെക്സ് അവരുടെ ജീവിതത്തിൽ വളരെ വലിയൊരു പ്രാധാന്യം പുലർത്തുന്നു. അത് കഴിഞ്ഞ ശേഷം ഇവർ തമ്മിലുള്ള ആ ലൈംഗിക വീഴ്ചക്കിടയിൽ ഉണ്ടാകേണ്ട അവരുടെ വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫാന്റസീസ് എന്നാണ് പറയപ്പെടുന്നത്. സെക്ഷുവൽ ഫാന്റസീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോ ഈ ഫാന്റസീസിന്റെ അതിർവരമ്പുകളെല്ലാം ഭേദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന്റെ പല വാർത്തകളിലൂടെയും പലതരത്തിലുള്ള ബിഹേവിയറുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സെക്ഷുവൽ ഫാന്റസിയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലെ വൈകൃതങ്ങൾ എന്ന് ഭൂരിഭാഗം സമൂഹം ചിന്തിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് പോകാം. ഈ സെക്ഷുവൽ ഫാന്റസി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണോ? ഇപ്പൊ സെക്ഷൽ ഫാന്റസി എന്ന് പറയുന്നത് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ലൈംഗിക ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ ഫാന്റസികളിൽ വൈരുദ്ധ്യം ഉണ്ടാകുക അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ഉത്തേജനം ഉണ്ടാകണമെങ്കിൽ ശാരീരികമായിട്ടുള്ള ഉത്തേജനത്തിനുൾപ്പെടെ അത് കൂടാതെ നമ്മുടെ ഈ ഫാന്റസീസ് എന്ന് പറഞ്ഞാൽ ലൈംഗിക സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഈ എറോട്ടിക് തോട്ട്സിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭാവനകൾ നമുക്ക് വരുന്ന. അപ്പൊ ആ ഭാവനകൾ അനിവാര്യമാണ് നമുക്ക്. കാരണം നമ്മൾ സാധാരണ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു പങ്കാളിയെ കണ്ടുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ ഒരു ഇതിൽ മാത്രം ഉത്തേജനം ഉണ്ടാകുന്നതാണ് യാഥാർത്ഥ്യം എന്ന് ഉള്ള ഒരു തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ നമ്മൾ ഒരു വ്യക്തിയെ സമയത്തോളം ആ വ്യക്തിക്ക് ഒരു ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനം, അത് പുരുഷനാണെങ്കിൽ ലിംഗ ഉദ്ധാരണം ഉണ്ടാകുകയോ സ്ത്രീയാണെങ്കിൽ യോനിയിൽ നനവുണ്ടാകുകയും ചെയ്യുന്ന ആ ഉത്തേജനം ഉണ്ടാകണമെങ്കിൽ ശാരീരികമായിട്ടുള്ള ഉത്തേജനത്തിന് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ഉത്തേജനവും അത്യാനിവാര്യം. ആ മാനസികമായിട്ടുള്ള ഉത്തേജനത്തിന്റെ ഭാഗമാണ് ഈ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഭാവനകൾ. അപ്പൊ ഭാവനകളെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭാവനകൾക്ക് അതിർവരമ്പില്ല. എന്തിനെ കുറിച്ച് വേണമെങ്കിലും ചിന്തിക്കാം. അപ്പൊ ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിയുടെ മാത്രം അവകാശമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാത്രം ഒരു. ഈ ഫാന്റസിയും യഥാർത്ഥ ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ? അപ്പൊ ഈ ഫാന്റസി എന്ന് പറയുന്ന അയാളുടെ ചിന്തകളിൽ മാത്രം ഉണ്ടാകുന്ന. അപ്പൊ ആ ആഗ്രഹം നിറവേറ്റാൻ പോകുമ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പൊ അത് ഇതുപോലുള്ള ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഒരു കുക്കോൾഡ് പോലുള്ള പല ലൈംഗികമായിട്ടുള്ള ഫാന്റസീസും അത് ഒരു നടപ്പിൽ വരുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അത് പല പല പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരാം. അപ്പൊ ആ ഒരു നമ്മുടെ ഫാന്റസികൾ ഇപ്പൊ ആരെക്കുറിച്ച്, ഇപ്പൊ ഒരു സിമ്പിളായിട്ട് നമ്മൾ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ആക്ട്രസിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ആക്ട്രസുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ ഒരു ഫാന്റസൈസ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ മാത്രം പ്രൈവസിയുടെ ഭാഗമാണ്. പക്ഷെ ആ വ്യക്തി ആ ആക്ട്രസോ അല്ലെങ്കിൽ ആ ഫാന്റസിയിലുള്ള വ്യക്തിയുമായിട്ട് ഒരു കൺസെന്റ് ഇല്ലാതെ ആ ഒരു അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് തെറ്റുമാണ്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്താൻ സാധിക്കും. സാർ, ഈ ഫാന്റസിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം അതിനോട് ചേർത്ത് പറയാതിരിക്കാൻ കഴിയില്ല. ഈ പോൺ ഉപയോഗം നമ്മുടെ നാട്ടിൽ ഈ
സ്വകാര്യമായിട്ട് ഒരു മനുഷ്യന്റെ ഉള്ളിൽ വരേണ്ട ഈ ഫാന്റസിയെ വല്ലാത്ത രീതിയിൽ വൈകൃതത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത് പല ഡോക്ടർമാരും അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്ന പല റിപ്പോർട്ടുകളിലും അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സെക്ഷൽ ഫാന്റസി അങ്ങേയറ്റം കൂടി ജീവഹാനി വരെ ഉണ്ടാക്കുന്ന രീതിയിൽ അവർ ലൈംഗിക വീഴ്ചകളിൽ ഏർപ്പെടാറുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു പ്രധാനപ്പെട്ട വില്ലനായി ഭവിക്കുന്നത് പോൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അശ്ലീല ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പോൺ ഉപയോഗം ഈ ഫാന്റസികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അല്ല, ഡെഫിനറ്റ്ലി പോൺ എന്ന് പറയുന്ന ഒരു ഡബിൾ എഡ്ജ് വെപ്പണാണ്. അപ്പോൾ അത് നമ്മുടെ പോണോഗ്രാഫി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഫാന്റസികൾ ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളൊരു വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഉപാധിയാണ്. പക്ഷെ അതേസമയം നമ്മുടെ ഒരു യാഥാർത്ഥ്യമല്ലാത്ത രീതിയിലേക്ക് ആ ഒരാളെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലും അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മേജർ പ്രശ്നം. നമ്മുടെ ഇപ്പൊ നിർബന്ധമാണോ അതിന്? അല്ല, പോണോഗ്രാഫി എന്ന് പറയുന്നത് അത് നമ്മുടെ വീഡിയോ ആയിരിക്കാം, ഒരു ഫോട്ടോ ആയിരിക്കാം, ഒരു എഴുത്തുകളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയുക ഒരു ലിറ്ററേച്ചർ അത് ഒരു നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും ഉളവാക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ തൊട്ടേ ഈ പറഞ്ഞ ഇതുപോലുള്ള എറോട്ടിക് ലിറ്ററേച്ചർ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവും, ഇനിയുള്ള കാലങ്ങളിലും അത് നിലവിൽ വരും. അപ്പൊ ഈ നമ്മുടെ ഓരോരുത്തരുടെ ഫാന്റസൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യാൻ ഇതുപോലുള്ള എന്താ പറയുക വിനോദാപതി നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കാണുന്നു. അപ്പൊ സിനിമ എന്ന് പറയുന്നത് അതിൽ വയലൻസ് ഉണ്ട്, അതിൽ വളരെ റേപ്പ് പോലുള്ള വളരെ മൃഗീയമായിട്ടുള്ള കാര്യം. സോ ഇതെല്ലാം ആ സിനിമയുടെ ഒരു ഒരു പലതരം നമ്മുടെ വികാരങ്ങളെ ഉളവാക്കുന്ന മിശ്രിതങ്ങളാണ്. അപ്പൊ അതേപോലെ ആ സിനിമ നമ്മൾ കാണുന്നു, ആ സിനിമ കണ്ട് എൻജോയ് ചെയ്യുന്നു, ആ സിനിമ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ വിടുന്നു. അപ്പൊ ആ സിനിമയിലുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ മോശമുള്ള കാര്യങ്ങളാണെങ്കിൽ നിറവേറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അത് അപകടത്തിലേക്ക് പോകുന്നത്. അപ്പൊ അതായത് സാർ പറയുന്നത് ഈ പോൺ കാണാനായിട്ടൊരു രീതിയുണ്ട് എന്നാണ്, തീരെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, ഇത് കാണാൻ അങ്ങനെയാണോ പറയുന്നത്? അതെ, റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കുക. നമ്മൾ മദ്യം ഉപയോഗിക്കുന്നത് പോലെ. സോ മദ്യം നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 23 വയസ്സിന് മേളിലുള്ള അഡൽട്സിന് അത് ഉപയോഗിക്കാൻ നമ്മുടെ കേരളത്തിൽ നിയമപരമായിട്ടുള്ള അനുമതിയുള്ളത്. അത് റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കും എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് അങ്ങനെ ഒരു അനുമതി. അതേ രീതിയിൽ നമ്മുടെ പോണോഗ്രാഫി എന്ന് പറയുന്നതും റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ നമുക്ക് മനസ്സിലാക്കണം, അത് റിയൽ അല്ല. നമ്മുടെ ഈ സിനിമ പോലെ മൂവി അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിനോദ ഉപാധിയാണ്. ആ ഉപാധിയും റിയൽ ലൈഫുമായിട്ട് അതിന് ബന്ധമില്ല. അത് റിയൽ ലൈഫ് എന്നുള്ളത് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാതെ, അതിനെ കമ്പയർ ചെയ്യാതെ, അത് ഒരു വെറും ഒരു ഈ ഫാന്റസിയും നമ്മുടെ ആ ഒരു എന്താ പറയുക സങ്കല്പവും ഉളവാക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അഭികാമ്യം. പക്ഷെ അത് എത്രത്തോളം ആൾക്കാർ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഉദാഹരണം, ഇപ്പൊ പോൺ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസിലി ഡോപ്പമിൻ ഹിറ്റ് ലഭിക്കുമെന്ന് പറയും. നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോണാണ് ഡോപ്പമിൻ, അത് ലഭിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഒരു ഡോപ്പമിൻ ഹിറ്റ് ഒരു ബൈപ്പാസിലൂടെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ വീണ്ടും വീണ്ടും അതിലേക്ക് ആകൃഷ്ടനാകാനുള്ള ഒരു ത്വരയല്ലേ അവിടെ പ്രകടമാക്കുക. അപ്പൊ വീണ്ടും വീണ്ടും അവർക്കത് കാണാനും അങ്ങനെ കണ്ട് സ്വാഭാവികമായിട്ട് അവർ അഡിക്ഷനിലേക്ക് പോകാനും, അങ്ങനെ അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ നല്ല ഫാന്റസി ആണെങ്കിൽ പോലും ആ ഫാന്റസി രതി വൈകൃതങ്ങളിലേക്ക് വഴിമാറാനുള്ള സാഹചര്യമല്ലേ ഭൂരിഭാഗം ആൾക്കാരുടെ കയ്യിലുള്ളത്. എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ കയ്യിൽ പണ്ടൊക്കെ ആണെങ്കിൽ സോഴ്സും ആക്സസ് ഒക്കെ വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇപ്പോൾ എല്ലാ കൊച്ചു കുട്ടികളുടെ കയ്യിൽ പോലും മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോണിൽ ഒറ്റ ക്ലിക്കിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നത് അത് വലിയ രീതിയിലുള്ളൊരു ദോഷമായിരിക്കില്ലേ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് പോൺ ഒരാളോട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴും അത് അയാളുടെ ഒരു അയാളുടെ ഒരു ബൗണ്ടറിക്കകത്ത് വരുന്ന കാര്യമാണ്. എന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഞാൻ ഇത്ര കാണണോ, ഞാൻ ഇത്ര കാണണ്ടേ എന്ന്. അത് മദ്യമാണെങ്കിൽ നമുക്ക് അതിനൊരു അളവ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഇത് എത്ര സമയം നിങ്ങൾ കാണണം, ഏത് ദിവസം കാണണം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇതിന് എന്തെങ്കിലും ഒരു മാനദണ്ഡമുണ്ടോ?
അതെ. ഇപ്പൊ ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സമഗ്രമായ ലൈംഗികതാ വിദ്യാഭ്യാസം നിലവിലില്ല. നമുക്ക് സോ കോൾഡ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നതെല്ലാം ഒരു നെഗറ്റീവ് സെക്സ് എഡ്യൂക്കേഷൻ ആണ്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരു നമ്മുടെ ലൈംഗികത അല്ലെങ്കിൽ എങ്ങനെ ബാഡ് ടച്ച് നമ്മൾ പ്രിവെന്റ് ചെയ്യാം, എങ്ങനെ STDs പ്രിവെന്റ് ചെയ്യാം, എങ്ങനെ നമ്മുടെ അൺവാണ്ടഡ് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ ഒരു പോസിറ്റീവായിട്ടുള്ള ലൈംഗികതയെക്കുറിച്ച് ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. അപ്പൊ അതിന്റെ എൻഡ് എഫക്റ്റ് ഈ ആൾക്കാരിലും കുട്ടികളിലും കിട്ടുന്ന ഇതുപോലുള്ള പോണോഗ്രാഫിയിൽ നിന്നുള്ള അറിവാണ് ശാസ്ത്രീയമായിട്ടുള്ള അറിവ് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് ഈ പറഞ്ഞ കുട്ടികളാണെങ്കിലും ശരി, അഡൽട്സ് ആണെങ്കിലും. അപ്പൊ അവിടെ നമ്മുടെ ഈ ഒരു എങ്ങനെയാണ് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ അത് ഒരു സ്വയംഭോഗത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഇതിലോട്ടോ പോകുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. അവർ സാധാരണ ഉപയോഗിക്കുന്നത് കൂടിപ്പോയാൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒരു പോണോഗ്രാഫി ഉപയോഗിക്കുന്നതെന്നിരിക്കട്ടെ. അപ്പൊ അത് നമ്മുടെ 24 മണിക്കൂറുള്ള സമയത്ത് അത് എത്രത്തോളമാണത് ബാധിക്കുക? അത്രത്തോളം ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബാധിക്കുന്നില്ല. അപ്പോൾ ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോൺ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു രോഗം നമ്മുടെ നിലവിലില്ല മോഡേൺ മെഡിസിൻ അനുസരിച്ച്. പക്ഷേ ചില മാനസിക രോഗങ്ങളുടെ ഒരു ലക്ഷണമായിട്ട് പ്രകടമാകുന്ന ലക്ഷണമായിട്ട് ഈ കമ്പൽസീവ് ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി, നമ്മുടെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒക്കെ പോലെ ഒരു കമ്പൽസീവ് ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി ആയിട്ട് വീണ്ടും വീണ്ടും ഈ ഒരു എന്താ പറയുക സെക്ഷൽ ആക്ടിവിറ്റി, അത് സ്വയംഭോഗമാകാം, ബന്ധപ്പെടുന്നതാകാം, ആ ഒരു ആക്ടിൽ കൂടെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വീണ്ടും വീണ്ടും അതിലേക്ക് പോകുന്ന രീതിയുണ്ട്. അതിനെയാണ് ഈ പറയുന്ന പോലെ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ടത്. മറ്റ് യഥാർത്ഥത്തിൽ ഈ ഒരു തെറ്റിദ്ധരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോൺ കണ്ടു, സ്വയംഭോഗം ചെയ്തു എന്നുള്ളത് വെച്ചിട്ട് ഈ ഒരു നമ്മുടെ ഒരു പോൺ അഡിക്ഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളൊരു ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ നേരെ തിരിച്ചാണ് ഒരു യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മാനസിക രോഗമുള്ള വ്യക്തിക്ക് ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴത്തേക്കും അത് ഒരു കൂടുതൽ പോൺ കൂടുതൽ കാണാനും കൂടുതലായിട്ട് ചിന്തിക്കാനും കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നതുമായിട്ട് എത്തിച്ചേരാം. അങ്ങനെയുള്ളവരെ ഈ മാനസിക രോഗം കണ്ടെത്തിയാണ് ചികിത്സിക്കേണ്ടത്. നമ്മൾ ഈ ഫാന്റസികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഈ ഏത് സാഹചര്യത്തിലാണ് ഒരു സെക്ഷൽ ഫാന്റസി മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ ഈ ബന്ധങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളോ സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്? അതെ, ഇപ്പൊ ഈ ഫാന്റസികള് ഈ ഫാന്റസികൾ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് നമ്മുടെ ആ ഒരു ലൈംഗിക ഉത്തേജനം നേടുന്നതിൽ പ്രശ്നമുണ്ടാകില്ല. പക്ഷെ ഈ ഫാന്റസികൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ നടപ്പിലാക്കുകയും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന കുറ്റബോധം ഉണ്ടാകാം. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കുക്കോൾഡ് പോലെ, അത് കുക്കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പങ്കാളി മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു ഫാന്റസൈസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ആ ഒരു സ്വയം ആ ഒരു ലൈംഗിക ഉത്തേജനം നേടുന്ന ഇതിനാണ് കുക്കോൾഡ് ഫാന്റസി എന്ന് പറയുന്നത്. അത് കുക്കോൾഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയിലേക്ക് പോവുക. അപ്പൊ ആ പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ ഈ പങ്കാളിയെ ഫോഴ്സിബിളി സമ്മർദ്ദം ചെലുത്തിയോ പങ്കാളിയുടെ സമ്മതമില്ലായ്മയോ ആ ഒരു പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ അത് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് പോകും. 3, അതോടൊപ്പം തന്നെ ആ പങ്കാളി ആ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ആ പങ്കാളി അവർ തമ്മിൽ കൂടുതൽ അടുപ്പത്തിലേക്ക് എത്തുകയും ആ ബന്ധം ഇവരുടെ ഒരു അസൂയയിലേക്ക്, ഒരു ജലസിയിലേക്ക് പോവുകയും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആത്മബന്ധം കാരണം ഇവരുടെ ബന്ധം ഒരു ഉലച്ചിലുണ്ടാകുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പ്രൊഫഷണൽ സഹായം തേടേണ്ടതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ, അതായത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിലുണ്ടാകുന്ന കൺസെന്റ്, അതായത് പങ്കാളിക്ക്, അത് ആ സ്ത്രീ പങ്കാളിയായിരിക്കാം, പുരുഷ പങ്കാളിയായിരിക്കാം. സോ അത് ഇതിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കൺസെന്റ് ഇല്ലാതെ ഒരു ഈ പറഞ്ഞ ഫോഴ്സിബിളി ആ പ്രവൃത്തിയിലേക്ക് താല്പര്യമില്ലാത്ത വ്യക്തിയെ ഫോഴ്സ് ചെയ്ത് ആ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടാൻ
സമ്മർദ്ദം ചെലുത്തുകയും ആ ഒരു കൺസെന്റ് ഇല്ലാതെ പോവുകയും ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനസികമായിട്ട് ട്രോമ ഓക്കെ. ഉണ്ടാകാം. അതേപോലെ ചില ഫാന്റസി നമ്മുടെ BDSM പോലുള്ള ഇതില് വരുന്നു. ഉം. ആ BDSM ആ ഒരു അല്ലെങ്കിൽ ആ വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു മുറിക്കകത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് ഇതാണ്. അത് വേറൊരു വ്യക്തി അതിലുണ്ടാകുന്ന പ്രശ്നം വേറൊരു വ്യക്തി അറിയുമ്പോഴാണ് അതൊരു ലീഗൽ പെർസ്പെക്റ്റീവിലേക്ക് പോവുകയും, അപ്പൊ അത് മാത്രമല്ല ഈ ഫാന്റസി പ്രവർത്തിക്കുന്നതിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിലാക്കുമ്പോൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഏതെങ്കിലും അതിൽ ഉള്ള ഒരു പങ്കാളിക്ക് ഒരു അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പ്രശ്നമായിട്ട് മാറും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടത് അനിവാര്യമാണ്. സർ, ബട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഈ ഫാന്റസികൾക്ക്, സെക്ഷൽ ഫാന്റസികൾക്ക് എന്തെങ്കിലും ഒരു അതിർവരമ്പുകൾ ചരിത്രത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഇട്ടിട്ടുള്ളതായിട്ടോ, അല്ലെങ്കിൽ ഇതിന് സെക്ഷൽ ഫാന്റസിയെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും ഒരു സാധനം ഉള്ളതായോ താങ്കൾക്കറിയാം? ഇല്ല, അങ്ങനെ ഒരു അതിർവരമ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ഐ കൻ സേ ഇതാണ് നമ്മുടെ ആ പോണോഗ്രാഫി അല്ലെങ്കിൽ ആ ഒരു എറോട്ടിക് തോട്ട്സ് ഇല്ലാതെ വരുന്നതും പ്രശ്നമാണ്, വളരെ കൂടിപ്പോയാലും പ്രശ്നമാണ്. നമ്മുടെ ഫാന്റസീസ് കൂടിപ്പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർലൈങ് എന്തെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലം, സൈക്കാട്രിക് ഇൽനെസ് വരുമ്പോഴാണ് നമ്മുടെ ഈ ഫാന്റസീസ് കൂടുതലായിട്ട് എല്ലായ്പ്പോഴും നമ്മുടെ ഒരു ഫാന്റസീസ് എപ്പോഴും ലൈംഗികമായിട്ട് ചിന്തകൾ മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അപ്പൊ അതായത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സമയത്തും നമ്മൾ അത് തന്നെയാണ് ചിന്ത, നമ്മളെ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഡെഫിനറ്റ്ലി പ്രശ്നമാണ്. സോ അല്ലാതെ നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് നമ്മൾ ഫാന്റസൈസ് ചെയ്യുന്നതിന് ഈ ഒരു അതിർവരമ്പുകളും ഇല്ല. പക്ഷെ ആ ഫാന്റസികൾ നമ്മളെ ഫാന്റസൈസ് ചെയ്തു, അത് നമുക്കൊരു കുറ്റബോധം ഉണ്ടാകുന്നു, മാനസിക സംഘർഷം ഉണ്ടാകുന്നു, പിരിമുറുക്കം ഉണ്ടാകുന്നു, ഉറക്കമില്ലായ്മ വരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം. അപ്പൊ അതല്ലാതെ നമുക്കിങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇത് നമ്മൾ സിമ്പിളായിട്ട് ധനേഷ് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ സിനിമകൾ കാണുന്നു, IFFK ഉള്ള സിനിമകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ സാധാരണ സിനിമകളെക്കാളും വളരെയധികം വരും. നമ്മൾ ആ സിനിമകൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടൊന്നും വളരെയധികം മാറിപ്പോകുന്നൊന്നുമില്ല. നമ്മൾ ആ സിനിമയായിട്ട് കാണുന്നു, അതൊരു കലയാണ്. ആ കലയുടെ കലാമൂല്യം ആസ്വദിച്ചുകൊണ്ട് അതിന്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ അതിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറില്ല. അപ്പൊ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അതിനെ വെച്ച് കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്യുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അതേപോലെ പോണോഗ്രാഫിയുടെ ഞാൻ നേരത്തെ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോണോഗ്രാഫി വെച്ച് കമ്പയർ ചെയ്യുക. അപ്പൊ നമ്മുടെ പങ്കാളിയെ അതുപോലെ ഇരുന്നാലേ എനിക്ക് ഒരു താല്പര്യം കൂടുകയുള്ളൂ, അതുപോലുള്ള സൈസും ഷേപ്പും ഇതൊക്കെ അതേപോലെ തന്നെ വേണമെന്ന് തീരുമാനിക്കുന്നതാണ് പലപ്പോഴും ആ ബന്ധത്തിൽ തന്നെ ഒലിച്ചിലുണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് ഇത് ഫാന്റസിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ. താങ്ക് യു സർ.